ഹായ്, നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സുകളെ കുറിച്ചുള്ളതാണ്. നമ്മൾ നേരത്തെ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ്, അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്, ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ്, ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് എന്നീ കാര്യങ്ങൾ പഠിച്ചിരുന്നു. ഇനിയും ഈ ചാപ്റ്ററിൽ 7ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സുകളെ കുറിച്ചാണ്. എന്താണ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് ചോദിച്ചാൽ, the statements used for altering normal flow of a program execution is known as control statements. സാധാരണ ഒരു പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും, അത് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും, തുടർന്ന് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും, അങ്ങനെ അവസാനം റിട്ടേൺ 0 എന്നുള്ള സ്റ്റേറ്റ്മെന്റ് വരുന്നത് വരെയും എക്സിക്യൂഷൻ മുന്നോട്ട് പോകും. അതാണ് നോർമൽ ഫ്ലോ ഓഫ് എ പ്രോഗ്രാം എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. എന്നാൽ ചില പ്രോഗ്രാം എഴുതുമ്പോൾ ഈ ഒരു നോർമൽ ഫ്ലോയിൽ വ്യത്യാസം വരണം, അല്ലെങ്കിൽ അങ്ങനെ വരുത്തേണ്ടി വരും. അപ്പോൾ ആ നോർമൽ ഫ്ലോയിൽ വ്യത്യാസം വരുത്താൻ വേണ്ടി എഴുതുന്ന സ്റ്റേറ്റ്മെന്റ്സിനെ ആണ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. ഇത് രണ്ട് രീതിയിലുള്ള കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഒന്ന് ഡിസിഷൻ സ്റ്റേറ്റ്മെന്റ്സ്, രണ്ട് ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ്സ്. ഒന്ന് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ്, രണ്ട് ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ്സ്. നമുക്ക് ആദ്യം ഡിസിഷൻ സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ച് പഠിക്കാം. ഇതിനകത്ത് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ഇഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്, മറ്റൊരെണ്ണം സ്വിച്ച് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇഫ് സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചാണ്. എന്താണ് ഇഫ് സ്റ്റേറ്റ്മെന്റ്? The if statement is used to select a set of statements for execution based on a condition. എന്താ പറഞ്ഞത്? ചില കണ്ടീഷനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു കൂട്ടം സ്റ്റേറ്റ്മെന്റ്സ് വർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ആണ് ഇഫ് എന്ന് പറയുന്നത്. ദ ഇഫ് സ്റ്റേറ്റ്മെന്റ് ഈസ് യൂസ്ഡ് ടു സെലക്ട്. ഇഫ് എന്ന് പറയുന്ന കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ടു സെലക്ട് എ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ്, ഒരു കൂട്ടം സ്റ്റേറ്റ്മെന്റ്സിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി. എങ്ങനെ? എപ്പോൾ? ബേസ്ഡ് ഓൺ എ കണ്ടീഷൻ. കണ്ടീഷന് അനുസൃതമായിട്ട് ചില സ്റ്റേറ്റ്മെന്റ്സ് വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇഫ് എന്ന പേരായ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ സിന്റാക്സ് നമുക്കൊന്ന് നോക്കാം. ഇഫ്, അത് കഴിഞ്ഞ് ബ്രാക്കറ്റിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ എഴുതി. ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് കണ്ടീഷൻ ആണ്. കണ്ടീഷൻ എന്നതിന് പകരം എഴുതിയിരിക്കുന്ന ടേം ആണ് ടെസ്റ്റ് എക്സ്പ്രഷൻ. അത് കഴിഞ്ഞ് ബ്രാക്കറ്റിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക്. വളരെ എളുപ്പം ഓർത്തിരിക്കാവുന്നതാണ്. ഇഫ് എന്നുള്ള കീവേഡ് എഴുതുക, അത് കഴിഞ്ഞ് ബ്രാക്കറ്റിൽ കണ്ടീഷൻ എഴുതുക, അതിനോടനുബന്ധിച്ച് വർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ബ്രാക്കറ്റിൽ പറയുക. Here the test expression represents a condition which is either a relational expression or logical expression. ഇവിടെ ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കണ്ടീഷൻ ആണ്. അതെന്തായിരിക്കാം? കണ്ടീഷൻ ഈസ് എയ്തർ എ റിലേഷണൽ എക്സ്പ്രഷൻ ഓർ ലോജിക്കൽ എക്സ്പ്രഷൻ. അത് ഒരുപക്ഷെ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് വരുന്ന ഒരു എക്സ്പ്രഷൻ ആകാം, അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് വരുന്ന ഒരു എക്സ്പ്രഷൻ ആകാം. ഇഫ് ദ കണ്ടീഷൻ ഇവാലുവേറ്റ്സ് ട്രൂ, കണ്ടീഷൻ ട്രൂ ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എ സ്റ്റേറ്റ്മെന്റ് ഓർ എ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് അസോസിയേറ്റഡ് വിത്ത് ഇഫ് ഈസ് എക്സിക്യൂട്ടഡ്. ഇവിടെ ഇഫിനോട് അനുബന്ധിച്ച് വരുന്ന സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് അത് വർക്ക് ചെയ്യും. എപ്പോൾ? ഇവിടെ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ. കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് വർക്ക് ചെയ്യും. അതർവൈസ്, അല്ല എങ്കിൽ ദ കൺട്രോൾ മൂവ്സ് ടു ദ സ്റ്റേറ്റ്മെന്റ് ഫോളോയിങ് ഇഫ് കൺസ്ട്രക്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ ഫോൾസ് ആകുമ്പോൾ ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുന്ന ബ്രാക്കറ്റ് കഴിഞ്ഞു വരുന്ന സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ മാത്രം സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് വർക്ക് ചെയ്യും. അല്ല എങ്കിൽ ഈ ബ്രാക്കറ്റിന് പുറത്തു വരുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഈ ഫ്ലോ ചാർട്ട് നമ്മളുടെ ഇഫിന്റെ പ്രവർത്തനത്തെ ഒന്നുകൂടെ വിശദീകരിക്കുന്നു. ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇതിന്റെ ബോഡി പാർട്ട് വർക്ക് ചെയ്യും. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ അത് ബോഡി പാർട്ട് കഴിഞ്ഞു വരുന്ന സ്റ്റേറ്റ്മെന്റിലേക്ക് കണക്ട് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ഇനി ഇഫ് എഴുതുമ്പോൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം, ദ കണ്ടീഷൻ ഈസ് ഓൾവേസ് എൻക്ലോസ്ഡ് ഇൻ പാരാന്തസിസ്. കണ്ടീഷൻ എപ്പോഴും ബ്രാക്കറ്റ്സിൽ മാത്രമേ എഴുതാവൂ. ഒന്നാമത്തെ കാര്യം മനസ്സിലായല്ലോ. കണ്ടീഷൻ എഴുതുമ്പോൾ ഇഫ് കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിലെ കണ്ടീഷൻ എഴുതാവൂ. രണ്ടാമത്തെ കാര്യം എന്താണ്? ദ എക്സ്പ്രഷൻ മേ ബി എ സിമ്പിൾ എക്സ്പ്രഷൻ. എക്സ്പ്രഷൻ എന്ന് പറയുന്നത് സിമ്പിൾ എക്സ്പ്രഷൻ ആകാം, ഓർ എ കോമ്പൗണ്ട് എക്സ്പ്രഷൻ, അല്ലെങ്കിൽ കോമ്പൗണ്ട് എക്സ്പ്രഷൻ ആകാം.
എന്താണ് സിമ്പിൾ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്? അതിനകത്ത് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സിമ്പിൾ എക്സ്പ്രഷൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ റിലേഷണൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഉള്ളൂ. റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് വരുന്ന എക്സ്പ്രഷൻ ആണ് റിലേഷണൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അത്തരം എക്സ്പ്രഷൻസ് ആണ് സിമ്പിൾ എക്സ്പ്രഷൻ അറിയപ്പെടുക. അല്ലെങ്കിൽ കോമ്പൗണ്ട് എക്സ്പ്രഷൻ ഉണ്ടാകാം, അത് ലോജിക്കൽ എക്സ്പ്രഷൻ ആണ്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സും അതോടൊപ്പം റിലേഷണൽ ഓപ്പറേറ്റേഴ്സും ഒക്കെ വരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതുമ്പോൾ അതിനെ നമ്മൾ എന്ത് പേര് വിളിക്കുന്നു? കോമ്പൗണ്ട് എക്സ്പ്രഷൻ എന്ന് പേര് വിളിക്കുന്നു. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് മേ കണ്ടെയ്ൻ എ സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ഓർ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ്സ്. നമ്മൾ ഇഫ് എഴുതി കണ്ടീഷൻ പറഞ്ഞതിന് ശേഷം വരുന്ന ഭാഗത്ത് ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് മതിയാകും, അല്ലെങ്കിൽ ഒന്നിലധികം സ്റ്റേറ്റ്മെന്റ്സ് വേണ്ടി വരാം. അതായത് ചില പ്രോഗ്രാമിൽ കണ്ടീഷൻ കഴിഞ്ഞ് ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്താൽ മതിയാകും. എന്നാൽ ചില പ്രോഗ്രാമിൽ കണ്ടീഷൻ കഴിഞ്ഞിട്ട് ഒന്നിലധികം സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യേണ്ടി വന്നേക്കാം. ഇഫ് there is a single statement, then it is not mandatory to enclose it in curly braces. കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം എക്സിക്യൂട്ട് ചെയ്താൽ മതിയെങ്കിൽ നമുക്ക് കേർലി ബ്രേസസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതേസമയം ഇഫ് there are multiple statements, കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ ഒന്നിലധികം സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ then they must be enclosed in curly braces. കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ ഒന്നിലധികം സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം കേർലി ബ്രേസസിനുള്ളിൽ പറയണം. ഓക്കെ, നമുക്കിനിയും ഒരു പ്രോഗ്രാം നോക്കാം. ഇഫ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രോഗ്രാം എഴുതാം. അൽഗോരിതം ഫ്ലോ ചാർട്ട് ഒക്കെ പഠിച്ചപ്പോൾ ഇഫ് വെച്ചുകൊണ്ട് നമ്മൾ അൽഗോരിതം ഫ്ലോ ചാർട്ട് ഒക്കെ തയ്യാറാക്കിയതാണ്. അവിടെ അങ്ങനെ എഴുതിയ അൽഗോരിതവും ഫ്ലോ ചാർട്ടും ഒക്കെ നമുക്കിനിയും C++ലെ പ്രോഗ്രാംസ് ആക്കി മാറ്റണം. ആദ്യം ചെയ്യാൻ പോകുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ കീബോർഡിൽ നിന്ന് ഒരു മാർക്ക്, ഒരു ഇന്റിജർ വാല്യൂ എൻട്രി ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ എൻട്രി ചെയ്യുന്ന മാർക്ക് 18 അല്ലെങ്കിൽ അതിന് മുകളിലോ ആണെങ്കിൽ നിങ്ങൾ എക്സാം പാസ്സായി എന്ന് മെസ്സേജ് കൊടുക്കണം. വളരെ സിമ്പിൾ ആണ്. എൻട്രി ചെയ്യുന്ന മാർക്ക് 18 അല്ലെങ്കിൽ അതിന് മുകളിലാണെങ്കിൽ യു ഹാവ് പാസ്ഡ് എന്ന് ഒരു ചെറിയ മെസ്സേജ് സ്ക്രീനിൽ വരണം. നമുക്ക് നോക്കാം പ്രോഗ്രാം എങ്ങനെയാണ് എഴുതുന്നതെന്ന്. നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നു. ഹാഷ് ഇൻക്ലൂഡ് IOStream എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട്. ഹാഷ് ഇൻക്ലൂഡ് പ്രീ പ്രോസസ്ഡ് ഡയറക്റ്റീവ് ആണ്. IOStream എന്ന് പറയുന്നത് ഹെഡർ ഫയൽ ആണ്. ഹെഡർ ഫയലിനെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ പ്രീ പ്രോസസ്ഡ് ഡയറക്റ്റീവ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നെയിം സ്പേസ് സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ടുണ്ട്. യൂസിംഗ് നെയിം സ്പേസ് STD എന്ന പേരായ ഒരു നെയിം സ്പേസ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തു. അത് ഉപയോഗിച്ച് IOStream എന്നുള്ള ഹെഡർ ഫയലിനകത്തെ CIN COUT എന്നുള്ള ഒബ്ജക്ട്സ് ഒക്കെ നമ്മുടെ പ്രോഗ്രാമിന്റെ പാർട്ടാക്കി മാറ്റി. അടുത്ത ലൈനിൽ നമ്മളുടെ ഫംഗ്ഷൻ ഹെഡർ എഴുതിയിരിക്കുകയാണ്. നമ്മുടെ C++ പ്രോഗ്രാമിൽ മിനിമം വേണ്ടിയ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മെയിൻ ആണ്. ഇന്റ് മെയിൻ എന്ന് പറഞ്ഞ് നമ്മളുടെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫംഗ്ഷന്റെ ബ്രാക്കറ്റ്സ് അവിടെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് കേർലി ബ്രേസസ് ഓപ്പൺ ചെയ്യുന്നു. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇന്റ് സ്കോർ എന്നുള്ളതാണ്. അതൊരു ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. സ്കോർ എന്ന പേരായ ഒരു ഇന്റിജർ വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുകയാണ്. ഇനിയും യൂസറോട് മാർക്ക് എൻറ്റർ ചെയ്യാൻ പറയാം. അതിനുവേണ്ടി ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് എഴുതുന്നു. cout enter your score. cout എന്ന് പറയുന്നത് നമ്മളുടെ സ്ക്രീനിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒബ്ജക്റ്റ് ആണ്. അത് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ലെഫ്റ്റ് സൈഡിൽ എഴുതി. ഇനി ഔട്ട്പുട്ട് ഓപ്പറേറ്റർ വലതുവശത്ത് സ്ക്രീനിലേക്ക് പോകേണ്ട മെസ്സേജ് എഴുതിയിരിക്കുകയാണ്. അത് ഡബിൾ കോട്ട്സിലാണ് എഴുതിയിരിക്കുന്നത്. enter your score. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന enter your score എന്നുള്ളത് സ്ക്രീനിലേക്ക് വരും. സ്ക്രീനിലേക്ക് കൊണ്ടുപോകുന്നത് cout എന്നുള്ള ഒബ്ജക്റ്റ് ആണ്. അതിനെ സ്ക്രീനിലേക്ക് കൊണ്ടുപോകുന്നത്. അടുത്തത് ഈ മെസ്സേജ് കാണുമ്പോൾ യൂസർ ഇൻപുട്ട് ചെയ്യും. അപ്പൊ ഇൻപുട്ട് സ്വീകരിക്കാൻ വേണ്ടി ഇൻപുട്ട് ഓപ്പറേറ്റർ നമ്മൾ അവിടെ എടുക്കുകയാണ്. അപ്പൊ ഇൻപുട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി വെച്ചേക്കാണ് ഇവിടെ. ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ്, അതിലും 2 ഓപ്പറൻസ് ഉണ്ട്. ഒന്നാമത് CIN എന്ന് പറയുന്ന ഓപ്പറന്റ്, രണ്ടാമത് സ്കോർ എന്നുള്ള വേരിയബിൾ. CIN എന്നുള്ള ഓപ്പറന്റ് ആക്ച്വലി നമ്മളുടെ കീബോർഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന സ്ട്രീം ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ കീബോർഡിൽ നിന്ന് വരുന്ന വാല്യൂ
ഇതിന്റെ വലതുവശത്ത് ഇവിടെ പറഞ്ഞിരിക്കുന്ന വേരിയബിളിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ നടക്കുന്നത്. കീബോർഡിലുള്ള വാല്യൂ ഈ ഇൻപുട്ട് ഓപ്പറേറ്റർ കളക്ട് ചെയ്ത് സ്കോർ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുന്നു. നമുക്ക് സ്കോർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് കണ്ടീഷൻ ഒന്ന് നോക്കാം. അതിന് ഇഫ് എഴുതിയിട്ട് സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 കണ്ടീഷൻ എഴുതി സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18. അങ്ങനെയാണെങ്കിൽ എന്ത് പറയണം? സി ഔട്ട് യു ഹാവ് പാസ്ഡ്. സി ഔട്ട് യു ഹാവ് പാസ്ഡ്. എപ്പോഴാണ് സ്കോർ എപ്പോഴും 18 ഈക്വലോ 18 ഉയർന്നതാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യും. ഇതൊരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. അവിടെ സി ഔട്ട് ഉപയോഗിച്ച് നമ്മുടെ സ്ക്രീനിലേക്ക് ഈ പറഞ്ഞിരിക്കുന്ന മെസ്സേജ് എഴുതിപ്പിക്കുന്നു. യു ഹാവ് പാസ്ഡ് എന്നുള്ള മെസ്സേജ് സ്ക്രീനിലേക്ക് കൊണ്ടുവരികയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. പിന്നെ നമ്മൾ മൂന്നാമത് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഇഫ് കണ്ടീഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം എക്സിക്യൂട്ട് ചെയ്താൽ മതിയെങ്കിൽ, കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം എക്സിക്യൂട്ട് ചെയ്താൽ മതിയെങ്കിൽ ബ്രേസസ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന്. ആദ്യം പറഞ്ഞിരുന്ന കാര്യം കണ്ടീഷൻ എപ്പോഴും ബ്രാക്കറ്റിൽ എഴുതണം എന്നുള്ളതാണ്. രണ്ട് കാര്യങ്ങളും നമ്മളിവിടെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു. അതുകൊണ്ട് നമ്മൾ റിട്ടേൺ 0 എന്ന് എഴുതി. ഈ ഒരു സിമ്പിൾ പ്രോഗ്രാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇത് റൺ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും സ്ക്രീനിലേക്ക് മെസ്സേജ് വരുന്നത്? എന്റർ യുവർ സ്കോർ എന്നുള്ള മെസ്സേജ് ആയിരിക്കും അവിടെ വരിക. അന്നേരം നിങ്ങളൊരു മാർക്ക് എൻ്റർ ചെയ്യും. അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഈ മെസ്സേജ് അവിടെ വരും. സാമ്പിൾ ഔട്ട്പുട്ട് ഒന്ന് നോക്കാം. ഇവിടെ സാമ്പിൾ ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. എന്റർ യുവർ സ്കോർ എന്ന മെസ്സേജ് വന്നു. 25 എന്ന് ഇൻപുട്ട് ചെയ്തു. 25 എന്ന് ഇൻപുട്ട് ചെയ്തപ്പോൾ ഈ കണ്ടീഷൻ നോക്കിയിട്ട് 18 വലുതായതുകൊണ്ട് യു ഹാവ് പാസ്ഡ് എന്നുള്ള മെസ്സേജ് സ്ക്രീനിൽ വന്നു. ശരിയായല്ലോ? മനസ്സിലായല്ലോ? ഓക്കെ.